കൊല്ലം കുണ്ടറയിൽ യുവതിക്ക് നേരെ പോലീസ് അതിക്രമമെന്ന് പരാതി. കാഞ്ഞിരംകോട് ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ ഭർത്താവിനൊപ്പം എത്തിയ യുവതിയെ കുണ്ടറ SI മർദ്ദിച്ചുവെന്നാണ് പരാതി. SPക്ക് യുവതിയും കുടുംബവും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവതിയുടെ ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് പോലീസ് FIR. കേസിൽ യുവതിയെയും പ്രതി ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എന്തൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? രാഗി, കുണ്ടറ SI ആയിട്ടുള്ള കിരണിനെതിരെയാണ് ഈ പരാതി വന്നിട്ടുള്ളത്. പോലീസ് മേധാവിക്കും, അതായത് റൂറൽ പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് 26-ാം തീയതി വൈകുന്നേരമാണ് ഈ കാഞ്ഞിരംകോട് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം കുടുംബമായി യുവതി എത്തിയത്. ഭർത്താവുണ്ട്, അതോടൊപ്പം തന്നെ സഹോദരിയുണ്ട്, ഈ യുവതിയുമുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സംഘർഷമുണ്ടാകുന്നു. അതായത് കലാപരിപാടികൾക്കിടെ ഒരു സംഘർഷമുണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായി പോലീസ് ഇവരുടെ അടുത്തേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഈ കൂടെയുണ്ടായിരുന്ന ഈ യുവതിയുടെ ഭർത്താവിനെ പോലീസ് മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മർദ്ദിക്കുന്നതിനിടയിലാണ് ഈ യുവതി ഇടയ്ക്ക് കയറുന്നതും തുടർന്ന് പോലീസ് ഒരു ദയവുമില്ലാതെ യുവതിയെ മർദ്ദിച്ചതായാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ യുവതിയുടെ ശരീരത്തിലെ പാടുകൾ, ആ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും യുവതി ചികിത്സയിലാണ്, ആശുപത്രിയിൽ, കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ഒരു സ്വകാര്യ ആശുപത്രിയിൽ FIR പറയുന്നത്. അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഒരു സ്ത്രീയെ മർദ്ദിക്കാൻ എന്ത് അവകാശമാണ് പോലീസിനുള്ളത്? അത് ഗുരുതരമായ വകുപ്പ് ഇടേണ്ട വിഷയം കൂടിയല്ലേ? കൊല്ലം കുണ്ടറയിലാണ് യുവതിക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടായി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രോത്സവം കാണാനായി എത്തിയതാണ് ഭർത്താവിനൊപ്പം യുവതിയെ കൊല്ലം കുണ്ടറ SI മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. SPക്ക് യുവതിയും കുടുംബവും പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് യുവതിയുടെ ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തി എന്നാണ്. അങ്ങനെയാണ് പോലീസിന്റെ FIR-ൽ ഉള്ളത്. മനോജ്, ഞാൻ ചോദിക്കുകയായിരുന്നു, ഈ യുവതിയെ പ്രതി ചേർത്തിട്ടുണ്ട്. FIR-ൽ പറഞ്ഞിരിക്കുന്നത് ഭർത്താവ് ജോലി തടസ്സപ്പെടുത്തി, അതുകൊണ്ട് മർദ്ദിക്കാം എന്നില്ല. അതുപോലെ തന്നെ യുവതിക്ക് നേരെ ഒരു SI കൈ ചൂണ്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അത് സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമം തന്നെയാണ്. കാരണം വനിതാ പോലീസിന്റെ സാന്നിധ്യം നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുമില്ല. തീർച്ചയായും ഈ യുവതിയുടെ ഭർത്താവ് മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് പോലീസിൻ്റെ ജോലിക്ക് തടസ്സം സൃഷ്ടിച്ചതിനാണ് ഈ യുവാവിനെതിരെ പോലീസ് കേസെടുക്കുന്നത്. അതോടൊപ്പം തന്നെ യുവതിക്കെതിരെയും പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ FIR-ൽ ഈ യുവതിയുടെ പേരും ചേർക്കുന്നു. അതോടൊപ്പം പോലീസിന് പറ്റിയ മറ്റൊരു വീഴ്ച എന്ന് പറയുന്നത്, പോലീസ് ആദ്യം മുതൽ തന്നെ ആരോപിച്ചത് ഈ യുവാവ് മദ്യപിച്ചിരുന്നു, അതോടൊപ്പം തന്നെ യുവതിയും മദ്യപിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ യുവതി മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇത് പോലീസ് ഇക്കാര്യം, അതായത് ഈ മർദ്ദിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുവാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസെടുക്കണമെങ്കിൽ അത്തരമൊരു സംഭവം അവിടെ ഉണ്ടാകണം. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് വലിയ തരത്തിലൊരു മർദ്ദനം ഉണ്ടായത് എന്ന് ആ യുവതിയുടെ ശരീരത്തിലെ പാടുകൾ തന്നെ വ്യക്തമാക്കുന്നു. എന്തായാലും SI കിരണിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. ആ പരാതിയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം, അത് തന്നെയാണ് ഒരു SI ഒരു സ്ത്രീയെ മർദ്ദിച്ചിരിക്കുന്നത്. അത് ഒരു തവണയല്ല, പലയിടങ്ങളിലായാണ് പാടുകളുള്ളത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ്. ആ പരാതി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് അടക്കം ലഭിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി ഉടനടിയായി ഉണ്ടാകണമെന്നുള്ളതാണ് ആവശ്യം. ആ യുവതി ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നു എന്നുള്ളതാണ്. എന്തായാലും ഭർത്താവിനെതിരെ പോലീസ് കേസെടുക്കുന്നു. പോലീസ് ഇത്തരത്തിൽ വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുണ്ടറ SIക്കെതിരെയാണ് മർദ്ദന പരാതിയുമായി യുവതി രംഗത്ത് എത്തിയത്. SPക്ക് യുവതിയും കുടുംബവും പരാതിയും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് മനോജാണ്.